ഇന്ന് 1201 തുലാമാസം 25-ാം തീയതി, അതായത് 2025 നവംബർ മാസം 11-ാം തീയതി കുജ വാരം അഥവാ ചൊവ്വാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇന്ന് ചൊവ്വാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:22, അസ്തമയം വൈകിട്ട് 6:55. ഇന്നത്തെ രാഹുകാലം ചൊവ്വാഴ്ച നിങ്ങൾക്കറിയാം, വൈകിട്ട് 3 മണി മുതൽ 4:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം രാഹുകാലം. ശുഭാശുഭങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ നക്ഷത്രം നിങ്ങളറിയണം. ഇന്ന് പൂയം നക്ഷത്രമാണ്. ചൊവ്വാഴ്ചയും പൂയം നക്ഷത്രവുമാണ്. ഇന്ന് ഹനുമാൻ സ്വാമിക്ക് പ്രാർത്ഥിക്കുവാൻ വളരെ അനുകൂലമായ ദിവസമാണ്. ചൊവ്വയും വെള്ളിയാഴ്ചയും ഹനുമാൻ സ്വാമിക്ക് എപ്പോഴും നാം പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട്. പൂയം, അനിഴം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം ശനിയാകുന്നു. ഇന്ന് പൂയം നക്ഷത്രമാണ്. അതിനാൽ നക്ഷത്രത്തിൻ്റെ അധിദേവത ശനിയാകുന്നു. ശനിയുടെ ദേവതകളാണ് ശനിക്ക് ശാസ്താവ് അയ്യപ്പൻ, വേട്ടക്കരൻ, കരിയാത്തൻ, കാട്ടുമൂർത്തി, കിരാതമൂർത്തി, അപ്രകാരം തന്നെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ, ഹനുമാൻ. അതിനാൽ ഓം ഹം ഹനുമതേ നമഃ എന്ന പ്രാർത്ഥന ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. അതിനു പുറമെ ചൊവ്വാഴ്ച നിങ്ങൾക്ക് കർമ്മ തടസ്സങ്ങളൊക്കെ മാറാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കർമ്മമുട്ടി ചെയ്യാം. ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ സപ്തമി തിഥിയാണ്. യഥാർത്ഥത്തിൽ പഞ്ചമി കഴിഞ്ഞാൽ, കറുത്തപക്ഷം പഞ്ചമി കഴിഞ്ഞാൽ ചന്ദ്രൻ ദുർബലമാവുകയാണ്. കറുത്തപക്ഷത്തിൽ സപ്തമിയായി കഴിഞ്ഞു. പക്ഷേ മറ്റൊരു വിഷയം, പൂയം നക്ഷത്രമാണ്. കറുത്തപക്ഷത്തിലെ പൂയം ഒരിക്കലും ഗുണം തരാറില്ല. അത് പലപ്പോഴും പൂയം നക്ഷത്രത്തിൽ പാദങ്ങളുണ്ടാകും, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും. വെളുത്തപക്ഷത്തിലെ പൂയം പ്രശ്നമില്ല. അതിനാൽ ചൊവ്വാഴ്ചയാണ്, പൂയം നക്ഷത്രമാണ്, കറുത്തപക്ഷത്തിലെ സപ്തമിയാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിനം വിശേഷിച്ച് വലിയ വലിയ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇടപെടുന്നത്, വ്യാപൃതമാകുന്നത് അത് മാത്രമല്ല, കാലത്ത് 11:20 വരെ വിഷ്ടികരണമാണ്. വിഷ്ടികാലേ കൃതം കാര്യം വിനാശം ഉപഗച്ഛതി. വിഷ്ടികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ നശിക്കുന്നതാണെന്ന് പറയുന്നു. അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശുഭമുഹൂർത്തങ്ങൾ വേണമെങ്കിൽ ഇന്ന് കാലത്ത് 11:25 മുതൽ 12:20 വരെയുള്ള സമയം നല്ല കാലഹോരയാണ്. ആ കാലഹോര നിങ്ങൾ സ്വീകരിക്കുക. പ്രാർത്ഥന വിഷയം ഞാൻ സംസാരിച്ചു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ഇന്നിനെ പ്രാർത്ഥിക്കുന്നു. നന്ദി.